ലാലി ലാലി പാടിയാണ് മീനുട്ടി ഉറക്കിയിരുന്നേ. അല്ല അപ്പൊ എനിക്ക് എനിക്ക് കുറച്ച് പ്രായമുണ്ട്. അതെനിക്ക് അറിഞ്ഞൂടാ. ആ പാട്ട് ഞാൻ ഇങ്ങനെ മീനുകുട്ടനെ ഉറക്കിയിട്ടില്ലേ ലാലി ലാലി പാടിയിട്ട്? ഓർമ്മയില്ലേ? എങ്ങനെ ഓർമ്മയുണ്ട്? ഓർമ്മയില്ല, എല്ലാം മറന്നുപോയി. ആണോ? ഭക്ഷണം ഇങ്ങനെ എടുത്തു കൊടുക്കും, ഭക്ഷണം തന്നെ കണ്ടിട്ടുണ്ട്. ഉറക്കിയത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഇല്ല, എനിക്ക് ലാലി ലാലി എങ്ങനെയാ ഇത്ര ഇഷ്ടം എന്ന് വെച്ചാ ഒരിടയ്ക്ക് അത് ശ്രേയ എപ്പോഴും പാടായിരുന്നു. ഇങ്ങനെ ഞങ്ങളൊന്ന് ചെയ്ത് ഷോയിൽ പോകുമ്പോഴൊക്കെ ഇവള് പാടുമ്പോ ഇവളെ കാണാൻ നല്ല ഭംഗി കാണും. ഞാൻ ഇങ്ങനെ നിക്കും. അപ്പൊ വെച്ചാ മുഖത്ത് ഭയങ്കര എക്സ്പ്രഷനാ. അപ്പൊ എനിക്കത് ലാലി ലാലി കേൾക്കുമ്പോഴേ എനിക്ക് ആദ്യം അവളെ ഓർമ്മ വരും. ലാലി ലാലിയുടെ ഒരു സോങ് സിറ്റുവേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞ് വയറ്റിലാണ്. അപ്പൊ ഇത് ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ ഒന്നും അറിഞ്ഞുകൂടാ, കുഞ്ഞാണെന്നറിയാം. അപ്പൊ അങ്ങനെ വയറ്റിലുള്ള കുഞ്ഞിന് പാടിക്കൊടുക്കുന്ന അല്ലെങ്കിൽ ആ അമ്മയുടെ ഇമോഷനാണ് ലാലി ലാലി എന്ന് പറയുന്നത്. അത് യുണീക്കാണ്. ആ ഒരു സോങ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് യുണീക്കാണ്. അപ്പൊ അതാണ് ആ പാട്ട് അങ്ങനെ വന്നപ്പോഴത്തേക്കും ഉള്ള ഒരു സന്തോഷം എന്നുള്ളത്. ഞാനൊരു ഫ്ലൈറ്റ് യാത്രയിലാണ് ഈ ലാലി ലാലി എന്നുള്ള ട്യൂൺ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ വെച്ചാൽ എനിക്കൊന്ന് ഫിലിം ഫെയർ അവാർഡിന് ഹൈദരാബാദിലേക്ക് പോവാണ്. അപ്പൊ ബ്ലസ്സേട്ടനും ഞാനും അടുത്തടുത്തിരിക്കുക ഫ്ലൈറ്റിൽ. അപ്പൊ ഈ സോങ് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചുമ്മാ ഇങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് അതിനിടയിലാണ് ഇത് ഓർമ്മ വന്നത്. അപ്പൊ ഉടനെ എനിക്ക് തോന്നിയ ഒരു ഈണാണ് ലാലി ലാലി ലേ ലാലി ലാലി ലേലു, ഇത്രയും തോന്നി. അപ്പൊ ഞാൻ ഉടനെ ഒരു സംശയത്തിലാണ്, ബ്ലസ്സേട്ടന് ഇഷ്ടപ്പെടുമെന്ന് പറഞ്ഞൂടാ. ഞാനിങ്ങനെ കാതിന്റെ അടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞു, ചേട്ടാ ഞാൻ ഒന്നും പാടിത്തരാം. അപ്പൊ ഈ എയർക്രാഫ്റ്റ് പോകുന്നതിന് ശബ്ദമുണ്ട്, അതിന്റെ ശ്രുതിയിലാണ് ഞാൻ പാടുന്നത്. പറഞ്ഞാൽ അതിനൊരു ശ്രുതിയുണ്ട്, ആ ശ്രുതിയിലാണ് പാടുന്നത്. അപ്പൊ ഞാനിങ്ങനെ ലാലി ലാലി ലേ ലാലി ലാലി ലേലു ഇത് 2 പ്രാവശ്യം പാടി. അപ്പൊ ബ്ലസ്സേട്ടൻ പറഞ്ഞു, ജയ കൊള്ളാം, ഇത് നമുക്ക് മുന്നോട്ട് പോവാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ പാട്ടിന്റെ ആദ്യത്തെ ഒരു ഭാഗം ഉണ്ടാവണേ. അപ്പൊ അങ്ങനെ രസകരമായ ഒരു അനുഭവമാണ്.